ഗൈസ് വെൽക്കം ബാക്ക് ഗൈസ്. അപ്പോൾ നമ്മുടെ ഡോമിനാർ 400 ആണ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഈ ഒരു ഡോമിനാർ 400 ഈ ഒരു ചെയിൻ ഒന്ന് നീറ്റായിട്ട് ക്ലീൻ ചെയ്ത് ലൂബ് ചെയ്തെടുത്തിരുന്നു. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ ഈ ഒരു ഫ്രണ്ട് സ്പ്രോക്കറ്റ് ഏരിയ ക്ലീൻ ചെയ്തിരുന്നില്ല. കാരണം നമുക്ക് ഈ ഒരു ബോൾട്ട് അഴിക്കാൻ വേണ്ടിയിട്ടുള്ള ടൂൾ നമ്മുടെ കയ്യിലില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ടൈമിൽ നമുക്ക് ഈ ഒരു ഏരിയ ക്ലീൻ ചെയ്യാൻ പറ്റിയിരുന്നില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഈ ഒരു ഡോമിനാർ 400 ഈ ഒരു ഫ്രണ്ട് സ്പ്രോക്കറ്റ് ഏരിയ ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് കണ്ടീഷൻ എന്താണെന്നുള്ളതും ആ ഒരു ഏരിയ ഒന്ന് നന്നായി ക്ലീൻ ചെയ്യാൻ വേണ്ടി പോകണം. അപ്പോൾ നമ്മളിന്നിവിടെ ക്ലീൻ ചെയ്തെടുത്തിട്ടുള്ളത് ഈ ഒരു ടീ ബോൾട്ടിൻ്റെ ചെയിൻ ക്ലീനറാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഒരുപാട് ബ്രാൻഡ്സിൻ്റെ ക്ലീനർ ലൂബൊക്കെ ട്രൈ ചെയ്തിരുന്നു. അപ്പോൾ അതിലേറ്റവും നല്ല റിസൾട്ടും എഫക്റ്റീവായിട്ടും തോന്നിയിട്ടുള്ളത് ഈ ഒരു ടീ ബോൾട്ടിൻ്റെ ചെയിൻ ക്ലീനറാണ്. അതേപോലെ തന്നെ നമ്മൾ TRM കാലിബ്രേറ്റിൻ്റെ ചെയിൻ ക്ലീനറിന് നമുക്ക് അത്യാവശ്യം നല്ല റിസൾട്ട് നന്നായിട്ട് തോന്നിയിരുന്നു. അപ്പോൾ ഏതായാലും നമ്മളിപ്പോൾ ഈ ഒരു ടീ ബോൾട്ടിൻ്റെ ക്ലീനറാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിന് MRP വന്നിട്ടുള്ളത് 120 കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഏതായാലും നമുക്കിന്ന് ഈ ഒരു ക്ലീനർ വെച്ച് നമ്മൾ ഈ ഒരു ഡോമിനാർ 400 ഈ ഒരു ഫ്രണ്ട് സ്പ്രോക്കറ്റ് ഏരിയ നന്നായി ക്ലീൻ ചെയ്തെടുക്കാം. ഗൈസ്, അപ്പോൾ നമുക്ക് നമ്മുടെ ഈ ഒരു ഫ്രണ്ട് സ്പ്രോക്കറ്റ് ഏരിയ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം എന്താ ഇപ്പോഴത്തെ കണ്ടീഷൻ ഉള്ളത്. അപ്പോൾ ഇത് സൈസ് 8 വരുന്നത്. അപ്പോൾ ഈ ഒരു ടൂൾ വെച്ചിട്ടാണ് നമ്മളിത് ഓപ്പൺ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ബൈക്കിൻ്റെ കേസിൽ നമ്മൾ ഈ ഒരു ക്രാഷ് ഗാർഡ് ഫിറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് നോർമൽ സ്പാൻഡറൊന്നും വെച്ചിട്ട് ഈ ഒരു ബോൾട്ട് അഴിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഇതിനു മുമ്പ് നമ്മൾ ഡോമിനാർ 400 ഈ ഒരു ഫ്രണ്ട് സ്പ്രോക്കറ്റ് ഏരിയ ക്ലീൻ ചെയ്യുന്നൊരു വീഡിയോ ഷെയർ ചെയ്തിരുന്നു. അപ്പോൾ ഡോമിനാർ 250 ഈ ഒരു ഫ്രണ്ട് സ്പ്രോക്കറ്റ് ഏരിയ ഓപ്പൺ ചെയ്ത സമയത്ത് നമുക്ക് അതിനകത്ത് ഒരുപാട് നല്ല രീതിയിൽ പൊടിയും ചളിയൊക്കെ പിടിച്ചെടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു 400 ഫ്രണ്ട് സ്പ്രോക്കറ്റ് ഏരിയ കൂടി ഒന്ന് ക്ലീൻ ചെയ്ത് അല്ലെങ്കിൽ ഒന്ന് ഓപ്പൺ ചെയ്ത് എന്താ കണ്ടീഷൻ ഉള്ളത് നോക്കാമെന്ന് വിചാരിച്ചത്. ഗൈസ്, ഇപ്പോൾ നമ്മൾ ഈ ഒരു ഫ്രണ്ട് സ്പ്രോക്കറ്റ് ഏരിയ ഓപ്പൺ ചെയ്തപ്പോൾ ഓക്കെ ഇവിടെയൊക്കെ നല്ല രീതിയിൽ നല്ല കട്ടിക്ക് പൊടി ചളിയൊക്കെ പിടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഏരിയ നമ്മൾ ക്ലീൻ ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു ഏരിയ ക്ലീൻ ചെയ്തിരുന്നില്ല. അപ്പോൾ ഇന്ന് ഏതായാലും നമ്മൾ ഈ ഒരു ഏരിയ ഓപ്പൺ ചെയ്ത് നോക്കിയാൽ നന്നായി. കാരണം ഇവിടെ ഒരുപാട് പൊടിയും ചളിയൊക്കെ പിടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് നമ്മുടെ ക്ലീനർ ഒന്ന് അപ്ലൈ ചെയ്തിട്ട് ഈ ഏരിയ ഒന്ന് നീറ്റായിട്ട് ക്ലീനാക്കി എടുക്കാം. കഴിച്ചപ്പോൾ ഈ ഒരു ഏരിയയിൽ നന്നായി പൊടി ചളിയൊക്കെ പിടിച്ചെടുക്കുന്നുണ്ട്. നമുക്ക് നമ്മുടെ ക്ലീനർ അപ്ലൈ ചെയ്തിട്ട് ഇവിടെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം ഫസ്റ്റ്. കഴിച്ചപ്പോൾ നമ്മൾ ഈ ഒരു ടീ ബോൾട്ടിൻ്റെ ഈ ഒരു ചെയിൻ ക്ലീനർ അപ്ലൈ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. നന്നായി ചളി പിടിച്ച് കിടക്കാണ് ഇതിൻ്റെ അകത്തൊക്കെ. കഴിച്ചപ്പോൾ നമ്മൾ ഈ ഒരു ഫ്രണ്ട് സ്പ്രോക്കറ്റ് ഏരിയ നമ്മൾ അത്യാവശ്യം നന്നായി ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ ഈ ഒരു ടീ ബോൾട്ടിൻ്റെ ഈ ഒരു ചെയിൻ ക്ലീനർ വെച്ചിട്ട് ഒരു ബ്രഷും വെച്ചിട്ട് നമ്മൾ നന്നായി ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. അത്യാവശ്യം ഇതിനകത്ത് പിടിച്ചെടുക്കുന്ന ചളി കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട്. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഈ ഒരു പോർഷനും കൂടെ ക്ലീൻ ചെയ്യുന്നത് എന്തുകൊണ്ട് നല്ലതായിരിക്കും. അല്ലെങ്കിൽ ഇതേപോലെ ഈ ഒരു ഏരിയയിൽ നല്ല രീതിയിൽ പൊടിയും ചളിയൊക്കെ ഇങ്ങനെ അടിഞ്ഞു കൂടാനുള്ള ചാൻസ് ഉണ്ട്. നമ്മൾ ഇടയ്ക്ക് നമ്മൾ എപ്പോഴും ചെയിൻ ലൂബ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ഏരിയ ക്ലീൻ ചെയ്യണമെന്നില്ല. പക്ഷേ 2-3 തവണ കൂടുമ്പോൾ ഈ ഒരു സ്പ്രോക്കറ്റ് കൂടെ ഈ ഒരു ഫ്രണ്ട് സ്പ്രോക്കറ്റ് ഏരിയ കൂടെ നമ്മൾ ക്ലീൻ ചെയ്തിരിക്കണം. കഴിച്ചപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ നമ്മുടെ ചെറിയൊരു വീഡിയോ. നമ്മൾ ടീ ബോൾട്ട് യൂസ് ചെയ്ത് ഒരു ഫ്രണ്ട് സ്പ്രോക്കറ്റ് ഏരിയ ക്ലീൻ ചെയ്യുന്നതിൻ്റെ ചെറിയൊരു വീഡിയോ. ഉടനെ തന്നെ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം.